ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കിഴക്കാംകുന്നത്ത് ഫാമിലി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി അനുമോദനവും എംപവർമെന്റ് ട്രെയിനിംഗ് ക്ലാസും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി മുഖ്യാതിഥിയായി. 25-ാം വാർഡിൽ നിന്ന് തിരൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബാംഗം KK റിയാസിനെയും ഏഴൂർ MDPS UP സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായി വിരമിച്ച അബ്ദുസലാം മാസ്റ്ററെയും ചടങ്ങിൽ ആദരിച്ചു. കുടുംബാംഗങ്ങളിൽ SLC, +2, ഡിഗ്രി, പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അബ്ദുസലാം എന്ന കുഞ്ഞൻ അധ്യക്ഷത വഹിച്ചു. കുടുംബകാരണവർ അബ്ദു ഹാജി, ഹസൻ മാസ്റ്റർ, അബ്ദുൽ റസാഖ്, മുഹമ്മദ് ഇക്ബാൽ, സയ്യിദ് മുഹമ്മദ്, മുജീബ് മുത്തൂർ, മുഹമ്മദ് അലി എന്ന ബാബ, കബീർ, ഷംസുദ്ദീൻ ചെമ്പ്ര, അഷ്റഫ്, ഷെഫീഖ്, ഷമീർ ബാബു മുത്തൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സെക്രട്ടറി ഫൈസൽ താഴെപ്പാലം സ്വാഗതവും ട്രഷറർ ബഷീർ തെക്കുമുറി നന്ദിയും രേഖപ്പെടുത്തി. എംപവർ ട്രെയിനിങ്ങിന് ഗഫൂർ കോട്ടക്കുളത്ത് നേതൃത്വം നൽകി. നല്ല ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ നമ്മളെ കുട്ടികളെ ആദരിക്കുകയാണ്. കഠിന അധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും എല്ലാ വിജയവും സമ്മാനിച്ച നമ്മൾക്ക് എല്ലാവിധ അഭ്യർത്ഥന അർപ്പിച്ചുകൊണ്ടും ഐക്യപ്പെട്ട് നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ബാപ്പാടെ നിസ്കരിച്ചിട്ടുണ്ടാവുന്നാലും മോനി മൂലൊക്കെ പോയി കണ്ട് പഠിക്കുന്ന നിസ്കരിച്ചാൽ അറിയപ്പോഴും അത് മോൻ്റെ മാത്രം കുറ്റല്ല, ബാപ്പാൻ്റെയും കൂടി കുറ്റാണ്. ബാപ്പ പറയണം, ഞാനെന്നല്ല, പള്ളിക്ക് മുമ്പിൽ നിന്ന് ഒരാൾ നിസ്കരിക്കുന്ന കണ്ടാൽ അയാൾ പോയി തുറന്നാണ് ഈ നിസ്കരിക്കേണ്ടതെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പഠിച്ചു, പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പരീക്ഷ എഴുതാൻ മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള സംഗതിയാണ്. ഞാൻ എന്നോടാണ് ഈ പറയുന്നത്, ഒപ്പം നിങ്ങൾ കേൾക്കുകൂടി ചെയ്യുമല്ലോ. ഞാനും നിങ്ങളും അതിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. ആ പ്രവാചകന്റെ നാവുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കുടുംബങ്ങളെ ചേർത്ത് പിടിക്കൽ അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട സംഗതിയാണ്. കുടുംബത്തിൽ തന്നെ ജനങ്ങളൊക്കെ ചേർത്ത് പിടിക്കാനാണ് പറഞ്ഞില്ല. അയൽവാസിയെ ചേർത്ത് പിടിക്കണം. കുടുംബത്തിലുള്ളതിനേക്കാൾ അവകാശം അയൽവാസിക്കുണ്ട്. അങ്ങനെ വരുമോ, റസൂൽ അങ്ങനെ പ്രഖ്യാപിച്ച് കളയുമോ, അനന്തരാവകാശം പോലും അയൽക്കാരനുണ്ട് എന്ന് പറയുന്ന ഒരു ഘട്ടം വരുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്ന് സഹബത്ത് പറയുന്നത്. അതായത് വാപ്പ വഹിക്കുമ്പോൾ, എൻ്റെ വാപ്പ വഹിക്കുമ്പോൾ വാപ്പാൻ്റെ സ്വത്ത് ഞങ്ങൾ 4 മക്കളാണുള്ളത്. ഞങ്ങൾ 4 മക്കൾക്കും അയൽക്കാർക്കും കൂടി ഉണ്ട് എന്ന് അവകാശം വരാവുന്ന ഒരു സാഹചര്യത്തിൽ വന്നു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി എന്നാണ്. അത്രമാത്രം അയൽക്കാരോട് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. എവിടെയാണെങ്കിലും നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വചനം, 3 ആളുകൾ ഒരുമിച്ച് ഒരു തൊഴിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കണം, ഒരു അമീറുണ്ടാവണം. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്നും മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പരിഷ്കാരത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നോക്കിയാൽ പിന്നാലെ പായുന്ന ആളുകൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. പക്ഷെ നമ്മളതിൽ കുറച്ച് കൂടുതലാണ്. ഒരു പരിഷ്കാരം, അത് ഒരു അന്തസ്സാണെന്ന് തോന്നുന്ന ഒരു സംഗതി കണ്ടാൽ അത് ആദ്യം പകർത്തൽ നമ്മളെ പോകും. ഇപ്പോൾ വലിയ വലിയ വീടുണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ അങ്ങനത്തെ ഒരു വീട് എന്നുള്ള കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ MLA ആദ്യമായിട്ട് നന്ദി പറയാണ്. ഈ സദസ്സിന് അർത്ഥവത്തായിട്ടുള്ള ചിന്തോദീപകമായ ഒരു ഇൻസ്പയറിംഗ് സ്പീച്ചാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഈ വേദികമായ ഒരു കുടുംബം മാതിരി എനിക്ക് തോന്നുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഫാമിലി ആയിട്ടുള്ള ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമാണ് കേൾക്കാവുന്നത് കുടുംബം. വലിയ അഭിമാനമുണ്ട്. കാരണം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹപ്രവർത്തകരും നമുക്ക് വല്ല നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളൊക്കെ തരുന്ന കാരണവന്മാരൊക്കെ കേൾക്കാവുന്നവരാണ്. അപ്പോൾ അവരൊരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരും. വിജയികളായ വിദ്യാർത്ഥികൾ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ A+ അത് കൊടുക്കുമ്പോൾ ഒരു A+ നമുക്കൊന്നും തരാൻ ഒരാളില്ല. A+ ഇല്ല. അത് വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊതി തോന്നാൻ. പ്രിയപ്പെട്ട എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കുടുംബങ്ങളും ഇരിക്കണ നിങ്ങളുടെ കാരണവന്മാരും മാതാപിതാക്കൾ അവർ നൽകുന്ന ഈ അംഗീകാരം ഉണ്ടല്ലോ, ഇത് വല്ലാത്തൊരു ഹൃദയത്തോട് സ്പർശിക്കുന്നൊരു സംഗതിയാണ്.
ഞാനിവിടെ 7ാം ക്ലാസ് വിദ്യാഭ്യാസം എനിക്കുള്ളൂ. അത് ഈ മലിയാക്കാൻ്റെ അഞ്ചനുണ്ട്, നിരക്കാർ മാസ്റ്റർ പ്യൂണായിരുന്ന ആ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ നിന്ന് ബോഗി പഠിച്ചു പോയത്. പിന്നെ പ്രവാസിയായി അങ്ങനെ പോയി. ഏതായാലും അൽഹംദുലില്ലാ. എന്തായാലും ഇത്തരത്തിലുള്ളൊരു ഫാമിലി ഫൗണ്ടേഷൻ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഒരുപാട് സ്ഥലത്ത് നിന്ന് അനുമോദനങ്ങളും ആദരവൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആദരവിന് അത് അങ്ങേയറ്റം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും എനിക്ക് ആദരവ് നൽകിയതിനും ഈ കുടുംബത്തോട് എന്നും നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കും. എൻ്റെ സേവനകാലം വളരെ വിജയകരമായി 56 വയസ്സ് പൂർത്തിയാക്കി നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ അൽഹംദുലില്ലാ നിൽക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ പാറ്റിമാറ്റി മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനൊരു ആദരവ് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം, അതിനുള്ള നന്ദി അള്ളാഹിനോട് പറയാണ്. കുടുംബങ്ങളിൽ അധ്യാപകർ ഇല്ലാതെ ഇരിക്കുകയാണ്. അധ്യാപകരുടെ മക്കൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അധ്യാപനമാണ് ഏറ്റവും നല്ല സേവന മേഖല. ആ മേഖലയ്ക്ക് തിരിച്ചു വരണം. കിഴക്കാവ് തറവാട് എന്ന് വെച്ചാൽ തന്നെ നമ്മൾ പറയാം വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ്. ഞങ്ങളിവരൊക്കെ വിളിച്ചിട്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ്. അവിടെ മാഷും പിയൂണും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു കുട്ടി അത് കഴിയുന്ന സമയം വരെ, +2 കഴിയുന്നത് വരെ അവനെന്താണ് അവളെന്താണ് എന്ന് അവനക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പഠന സംവിധാനങ്ങൾ നമ്മുടെ പഠന കാര്യങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളതിന് സൂചന. ജാബിർ എന്തുകൊണ്ട് ബാക്ക് ബെഞ്ചിലായിരുന്നു, എന്തുകൊണ്ട് വീണ്ടും ജാബിർ ബാക്ക് ബെഞ്ചിൽ തന്നെ ഇരിക്കേണ്ടി വന്നിരുന്നു, എന്തുകൊണ്ടാണ് ജാബിറിന് ഇത് പഠിക്കാൻ തോന്നാത്തതെന്നൊക്കെ പഠന വിഷയമാക്കേണ്ടതാണ്. അപ്പോഴാണ് ബാക്കിലിരിക്കുന്ന ജാബിറിനെ നമുക്ക് ഫ്രണ്ടിലേക്ക് എത്തിക്കാനൊക്കെ പറ്റുക. പിന്നീട് വന്നിട്ടെങ്കിലും ഈ ഒരു ചിന്ത, ഇത് മറ്റുള്ളവർ ചെയ്ത പലതും അത് പഠിക്കുമ്പോൾ നമ്മളെന്താണെന്ന് പഠിപ്പിക്കാൻ ചില സമയങ്ങളിലൊക്കെ വിടുന്നുണ്ട്. അവിടെയാണ് ഈ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം. നമ്മുടെ ഈ ക്യാമ്പ് തൊട്ടിട്ട് ഇന്നത്തെ ദിവസം തൊട്ടിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിലിനി പ്രായവ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. സെൽഫ് അവയർനെസ്, അവനവനെ പറ്റി വീണ്ടും പഠിക്കാനുള്ള, ഇതുവരെ കുറേ നമുക്ക് അറിയില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥം. അതിനുള്ള സമയം വീണ്ടും കണ്ടെത്തണം, വീണ്ടും തുടങ്ങണം. അപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ പ്രയാസങ്ങൾക്ക് അവിടെയാണ് നമുക്ക് അതിന് പരിഹാരങ്ങൾ ഉണ്ടാവുന്നത്. നമുക്ക് തടസ്സമായി നിൽക്കുന്ന കുറേ സംഭവങ്ങൾക്ക് അവിടെ അതിന് പരിഹാരങ്ങളുണ്ട്. ജീവിതത്തിൽ നമ്മളിതൊക്കെ ചെയ്തു കൂട്ടുന്നത് ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് പോലും സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, അതായത് അതിൻ്റെ നല്ല രീതിയിലുള്ള സന്തോഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല രീതിയിലുള്ള ഹാപ്പിനെസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ കൂടിയത് അള്ളാഹു ഒരു അതിനുള്ള പ്രതിഫലം അവർക്കും നമുക്കും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മീഡിയ ന്യൂസ്, തിരൂർ.